വെൽക്കം ടു വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊമ്പങ്കാട്ട് പോയ ഇന്നലെ തല്ലുണ്ടാക്കിയിരിക്കുന്നു. ഇന്നാണ് ഇപ്പൊ തല്ലോട്ടം മാറ്റുന്നത്. തല്ലോട്ടം മാറ്റുന്നത് ഏകദേശം പുലർച്ചെ 5:45. എന്താ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. 5:45 ഞാൻ എഴുതിട്ട് നോക്കുമ്പോ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആണേനെ കാണാൻ നോക്കുമ്പോ വേദനയുടെ മരുന്ന് പീച്ച തണ്ടിലേക്ക് ഇരുന്ന് പരട്ടുക. തണ്ടല് വേദന. അല്ലെങ്കിൽ എന്നോട് പണങ്ങി എൻ്റെ അച്ഛൻ എന്തെങ്കിലും പണി കൊടുക്കാറുണ്ട്. ഞങ്ങൾ ആന അങ്ങോട്ട് വിളിക്കാം, അച്ഛ കൊടുക്കണേ മരോനൊരു പെട്ടിട്ട് പോയി. മേലോട്ട് വിളിക്കണേ, ചെറിയ ചെറിയ കൊട്ടിട്ട് തട്ടിട്ട് മാത്രം. ഇന്നെ അറിയിച്ച അപ്പൊ ഞാൻ പറയും ഞാൻ പണിയെടുത്തതിന് ഇപ്പൊ എന്ത് ഇന്നലെ പണി, ഇന്ന് പുലർച്ചെ പണി. ഇന്നലേക്ക് കിട്ടുന്നത് ഇന്നേക്കല്ല, 2ാമത്തെ ദിവസമായില്ലേ. അതൊന്നല്ല പണി. ഞങ്ങൾ 5:45 എണിച്ചവരാട്ടെ. ഞാൻ 5:45 എണിച്ച് വേദന അപ്പോൾ തണ്ടലേക്ക് മരുന്നൊക്കെ പറ്റെടുത്ത് ഒഴിഞ്ഞൊക്കെ കൊടുത്ത് ഇരുന്ന് കിടന്ന് സംസാരിക്കേണ്ട സമയത്ത് ഒരു കോള്. ഓർണമെൻറ്റ്സ് രാവിലെ 8 മണിയാകുമ്പോൾ തരുമോ എന്ന് ചോദിച്ചിട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ തന്നാൽ പറയാൻ പറ്റില്ല, അവർക്ക് ഇപ്പോൾ എന്നെ കണ്ടെടുക്കണം. അങ്ങനെ ഞാൻ എന്നെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 1/2 മണിക്കൂർ പോസ്റ്റ് നമ്മൾ 1/2-3/4 മണിക്കൂർ ഷോപ്പ് തുറന്നിട്ട് അവരെത്തിയില്ല. അത് കഴിഞ്ഞ് അവർക്ക് എടുത്തു കൊടുത്തു. ഞങ്ങളിപ്പോൾ വന്നു. ഇനി ഞങ്ങൾ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകാട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ഇഡ്ഡലി തട്ട് മേടിച്ചു. അപ്പോൾ നമുക്ക് മാസം മാസം ഇഡ്ഡലി തട്ട് പുതിയത് മേടിക്കുകയാണോ എന്ന് ചോദിച്ചാൽ കാശിൻ്റെ അഹങ്കാരമെന്ന് പറയും. എന്താ ചോദിച്ചാൽ ഓട്ടയിൽ പോയി. നമ്മൾ എത്ര മാസം അതിൻ്റെ മേടിച്ചിട്ട്? 1 കൊല്ലം. ആ, കഴിഞ്ഞ സ്കോറിനേക്കാൾ മുന്നേ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സ്കോറിനേക്കാൾ മുന്നേ നമ്മൾ ഇഡ്ഡലി പാത്രം മേടിച്ചാട്ടോ. നല്ല വലിയ കടയിൽ നിന്നൊക്കെ ഇഡ്ഡലി പാത്രം മേടിച്ചു. പക്ഷെ അത് തുരുമ്പാവും. കഴുകി വെച്ച് കഴിഞ്ഞാൽ തുരുമ്പാവട്ടെ. അപ്പോഴേക്കും വന്ന് സ്റ്റീലല്ലാന്ന്. അത് 1800 രൂപ കൊടുത്ത് മേടിച്ചിട്ടില്ലേ പാത്രം. അത് ഓട്ടേന്ന്. ഇപ്പോൾ 2ാമത്തെ പുതിയത് തന്നെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതിന് 1280 രൂപയുണ്ട് കേട്ടോ. 7 കുഞ്ഞീത് മേടിച്ചോളൂ ഞാൻ. മറ്റേ തന്നെ ഒരു സ്ഥലം മൊത്തം പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം, ഞാൻ കുഞ്ഞ് ഇഡ്ഡലി പാത്രം മേടിച്ചിട്ട്. പക്ഷേ ഇഡ്ഡലി എത്ര ഉണ്ട് നമുക്ക്? അന്ന് 2 വലുതോല് 12 കിട്ടിയത്. 1, 2, 3, 4, 5 8 13 ഇഡ്ഡലി കിട്ടാം നമുക്ക്. 13 ഇഡ്ഡലി കിട്ടും അതിൽ. കുഴപ്പമില്ല, ചെറുതായാലും. ഇഡ്ഡലിയെ കുറച്ച് വലിപ്പ വ്യത്യാസം ഇല്ല, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പക്ഷേ ഇഡ്ഡലി പാത്രം മണ്ടൻ പാത്രമായിരുന്നു. ഒരു വൃത്തിയായിട്ട പാത്രം അത് മാറ്റി നമുക്ക് കുഞ്ഞ പാത്രം ആക്കിയത് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രം ഇഡ്ഡലി മാവ് പൊന്തിയുണ്ട്. ഞാൻ മഴ പെയ്യുന്ന കാലം ഇഡ്ഡലി പൊന്തില്ല എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ. സത്യം നമ്മുടെ കയ്യിൽ കാണാനില്ല. ഇതുകൊണ്ടായാലും നമുക്ക് ഒഴിക്കാമല്ലോ. അങ്ങനെ രാവിലത്തെ പണി തുടങ്ങിയിട്ട് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ സെറ്റായിട്ട് ഞാൻ മഴക്കാലമായ കാരണം ഇഡ്ഡലിക്ക് അരച്ച് വെക്കുമ്പോൾ പൊന്തോയില്ല എന്നുള്ള സംശയിച്ചു. പക്ഷെ കറക്റ്റ് ചെയ്ത് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമായിട്ട് ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇഡ്ഡലി മാവ് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയ ഇഡ്ഡലി ചട്നി സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കഴിച്ചോളും. അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഓരോ ഭക്ഷണക്കാർക്ക് പുട്ട് ഇഷ്ടമില്ല, അത് ഇഷ്ടമില്ല, ഇത് ഇഷ്ടമില്ല പറഞ്ഞിട്ടാ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ട് പുതിയത് മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താവോ എന്തോന്നും അറിയില്ല. ഇത് ടൈറ്റാണ്, മൂട് ഭയങ്കര ടൈറ്റാണ്. പക്ഷെ നമ്മൾ തുറന്ന് അധികം അമർത്തി അടച്ചില്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഭയങ്കരമായിട്ട് ഉണങ്ങിയ പോലത്തെ ഫീലാവും. ആവി കറക്റ്റ് കയറണല്ലോ. അത് ഇഡ്ഡലിന് കുതിർന്ന് എന്നാലാണ് കറക്റ്റ് ചെയ്ത് വരുള്ളൂ, സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. അങ്ങനെ കുഞ്ഞ് ആരോ മെസ്സേജ് അയച്ചു എന്നിട്ട് കുഞ്ഞ് ഫോൺ കൊടുത്തു. അപ്പോൾ അവർക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ ഷോപ്പിൻ്റെ ഫോണാണ് കേട്ടോ. അപ്പോൾ അവർക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ സാമ്പാർ കഷ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 50 രൂപയ്ക്കാണ് സാമ്പാർ കഷ്ണം മേടിച്ചത്. അപ്പോൾ ഇത്രയും കഷ്ണം കൊണ്ട് സാമ്പാറിന് മേടിച്ച് കഴിഞ്ഞാൽ ചിലവാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് അവിയലുണ്ടാക്കാം, കുറച്ച് സാമ്പാർ വയ്ക്കാൻ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പരിപാടി സാമ്പാർ വയ്ക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങി, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ,
അതൊന്നും വെണ്ടക്കായ അതൊന്നും ഞാൻ അവിയലിടില്ല. ചിലർ ഉരുളക്കിഴങ്ങ് അവിയലിടും, വെള്ളരിക്കയിടും, കുമ്പളങ്ങിയിടും. പക്ഷെ ഞാൻ അതിടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവിയൽ വെള്ളം ഒലിച്ച പോലെയും കുമ്പളങ്ങി വെള്ളരിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും ഞാൻ ഇടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സാമ്പാർ കഷ്ണത്തേക്ക് എടുത്തു. ബാക്കി അവിയലിലേക്ക് പറ്റിയ കഷ്ണങ്ങൾ അവിടെ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ ഉള്ള വെണ്ടക്കായും മുരിങ്ങക്കായും 2 കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 1 കഷ്ണം അവിയലിലേക്ക് വെച്ചു, 1 കഷ്ണം നമ്മൾ സാമ്പാറിലേക്ക് വെച്ചിട്ട്. പിന്നെ പടവലങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് അവിയലിലേക്ക് ഉള്ളത് ഇഷ്ടമില്ല, അതാണ് ഒക്കെ സാമ്പാറിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ സാമ്പാറിലേക്കുള്ളതൊക്കെ കഷ്ണങ്ങളൊക്കെ കൊണ്ടിട്ട് അതൊക്കെ ഇളക്കി അത് വേവണ ഇളക്കി നമുക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എനിക്ക് ശേഷം നമുക്ക് കൈക്ക് കുടിക്കുന്നത് ലാസ്റ്റ് കുടിച്ചിട്ട് ഞങ്ങൾ അത് കാണിക്കാൻ പറ്റിയത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഷോപ്പിൽ പോയിട്ട് തന്നെ ഞങ്ങൾ ലാസ്റ്റ് ചായ കുടിച്ചു. കുഞ്ഞുങ്ങൾക്ക് 6 വടയും മേടിച്ചു അല്ലേ? കോപ്പറേറ്റീവ് വരും. ആ പാമ്പുള്ള പാട്ടും ഇല്ല. അപ്പോൾ 1 നാഴി പാലാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മേടിക്കണം കേട്ടോ. ഉണ്ണികൾക്ക് കൊടുക്കും, അവർ കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൊടുക്കും കേട്ടോ. അവർക്ക് ഇന്ന് വേണ്ട. അപ്പോൾ അവർ കുടിക്കാത്ത ആദ്യം അവർക്കാണ് നമുക്ക് കൊടുക്കുക കാച്ചി ബൂസ്റ്റിട്ട്. അപ്പോൾ അവർ കുടിച്ചില്ലെങ്കിൽ അത് ബാക്കി ഞാൻ കുടിക്കണം. എനിക്കായിട്ട് വരുത്തുന്ന പാലാണ്. പിന്നെ ഒരാൾ മാത്രം അല്ല, എനിക്ക് ഈ മരുന്നൊക്കെ എങ്ങനെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകാൻ കാത്തുമ്മയുടെ എന്തോ. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ ഞങ്ങളുള്ള ചായ കൂടി കഴിഞ്ഞു. കാലി ചായയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ 1/2 ഗ്ലാസ് ബൂസ്റ്റ് കുടിച്ചു, ഇനി 2 ഗ്ലാസ് വെള്ളം കുടിച്ച കൊള്ളാം. കറണ്ടില്ല, അതാണ് പ്രശ്നം. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് മിക്സി വർക്കിയത്. കറണ്ടില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്, ബാക്കിൽ ലൈറ്റ് കത്തുന്ന കാണാനുണ്ട്. പക്ഷെ അത് ഇൻവേർട്ടറിൻ്റെയാണ്. ഇതില്ല, മിക്സി വർക്ക് ചെയ്യാൻ പറ്റിയ. സാമ്പാറിന് വറുത്ത് വെച്ചിട്ടുണ്ട്, അവിയലിന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ടും കറണ്ട് വന്നാലും എന്തെങ്കിലും ഒന്ന് നടക്കണം. ചട്നി അരച്ചാലാണ് ഇഡ്ഡലി തിന്നാൻ പറ്റുള്ളൂ. അതൊരു ഇതായില്ല അല്ലേ? അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. മഴക്കാലമായി പിന്നെ വെള്ളം വേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ തൊണ്ടവേദന തുടങ്ങി. തൊണ്ടോടെ വേദന കിട്ടാം. മഴച്ചാറിൽ ഓരോട്ടി കൊള്ളരുത്. റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മണ്ടായിട്ട് വല്ല മുടി കിടക്കുന്നത്. അത് വെള്ള പച്ചവെള്ളം മുടി വളരെ ഈ പോയിടത്തൊക്കെ വരുന്നു പറയണ്ട. അതുകൊണ്ടൊന്ന് മേടിച്ചു നോക്കിയത്. വലിയ വലിയൊന്നും അറിയില്ല. എന്തായാലും മേടിച്ചിട്ടുണ്ട്. നോക്കാത്ത ആളാട്ടോ. പക്ഷെ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ വിഷമം കൊണ്ട് നോക്കിപ്പോയി. ഇഡ്ഡലി തിന്നിട്ട് വരില്ല. ഇഡ്ഡലി തിന്നിട്ട് എല്ലാവർക്കും ഉള്ള ചട്നി ഇല്ല. സാമ്പാറിന് കുറച്ച് ചട്നിയാണ് വേണ്ട. നമുക്ക് രണ്ടും കൂടി ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കില്ല ചെയ്യാം. ചട്നി മാത്രമാകുമ്പോൾ നമ്മൾ ചട്നിക്ക് കൂടുതലായിരിക്കും. സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ ചട്നി കുറവ്. തരി പഞ്ചസാര ഇട്ടോ കുണുക്കൻ്റെ നല്ല ഒരു സാധനത്തിൽ നടന്നിരുന്നില്ല, ചോളത്തിൻ്റെ. അത് വീണപ്പോഴാണ് മൊത്തം ഇരുന്നത്. 4 മണി പഞ്ചസാര വന്നേക്കണം. പിന്നെ ഞങ്ങൾ രാവിലെ ഞാൻ പറയും സാമ്പാറിന് നാളികേരമൊക്കെ വറുത്ത് മിക്സിയുടെ ജാറിൽ വെച്ചു സാമ്പാറിനുള്ളത്. കറണ്ട് പോയി. പിന്നെ 1 അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. കറണ്ട് വരുമെന്ന് വന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തു സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ വെച്ചാണ് എടുത്തിട്ട്. ഈ സാമ്പാർ ഇഡ്ഡലിക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആട്ടോ ഇഡ്ഡലി. അപ്പോൾ അതിനായിട്ട് 4 ഉഴുന്നോടെ രാവിലെ 4-5 ഉഴുന്നോടായിട്ട് രാവിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഷെയർ ചെയ്ത് പതിച്ചെടുത്ത് അതും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഉഴുന്നുവഴിയിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും 2 ആദ്യം ഇരിക്കുക. എന്ന് വെച്ചാൽ ഞങ്ങൾ അടുക്കളയുടെ പണി കഴിഞ്ഞ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാനും 2 കഴിക്കാതിരിക്കും. എന്ന് വെച്ചാൽ ഉണ്ണികളൊക്കെ ഉള്ള കാര്യം കുണുക്കിന് വാരി വെച്ചോക്കണം, കുണുക്കിക്ക് വാരി വെച്ചോക്കണം. പിന്നെ കാർത്തൂന് ആരും ഒരാളും കൈമാരെടുക്കണം. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പൊന്നും ഷെബിയൊക്കെ വന്നിരുന്ന് കഴിച്ചത് കേട്ടോ. ഞാൻ ഇവിടെ എണിച്ചു, കാർത്തൂനെടുത്തു, പിന്നെ അവർ വന്നിരിക്കുകയും ചെയ്തിട്ടാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഓരോരുത്തരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ
അരിഞ്ഞ് വെച്ചൊക്കെ അവിടെ വെച്ചു വിട്ടാ വേവിച്ച് വെച്ചിട്ട് അരപ്പൊന്നും വെച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വന്ന് ശോഭ സിറ്റി കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോണ സ്ഥലം ശോഭ സിറ്റി. വേറെ ഒന്നുമല്ല, ഉണ്ണോട് വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കടലും കാരലും കാണുമ്പോൾ മണ്ണിന് ചെളിയിൽ കഴിച്ചാൽ ഒരാകെ വൃത്തിയാടാവും. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇവർക്ക് എങ്ങനെയും പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോട്ടെ. അപ്പോൾ അവർ കുറേ ഒരു മണിക്കൂർ ഒരു അരമണിക്കൂർ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ കളിക്കാൻ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ വന്ന് ചായ കുടിച്ചു. അവരെന്നെ അവിടെ ആക്കി. അവിടുത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും പോയി കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്ന് വെച്ചാൽ അവർ എന്താ വേണ്ടത് അവരോട് ചോദിച്ചപ്പോൾ അവരൊരു പെട്ടെന്ന് കിട്ടുന്നത് എന്തെങ്കിലും വേണം. വിശുന്നൊരു ഉച്ചയ്ക്ക് ചോറിട്ടില്ല. അപ്പം ഞാൻ അവനൊരു ബിരിയാണി മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ ആ ബിരിയാണി കഴിച്ചപ്പോൾ ഷെബി പറഞ്ഞു നല്ല ബിരിയാണിയാണല്ലോ എന്നാണ്. അങ്ങനെ ഷെബി പോയിട്ട് 2 ബിരിയാണി മേടിച്ചു വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി 3 ബിരിയാണി എല്ലാവരും കൂടി മേടിച്ച് കഴിക്കുകയും ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞൻ അങ്ങനെയാണ് സ്റ്റുഡിയോയിൽ കയറിയിട്ട്. അപ്പോൾ കുഞ്ഞിന് സ്റ്റുഡിയോയിൽ കയറിയ എനിക്ക് അതോടെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒന്നും എടുത്തില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ റൈറ്റൊക്കെ അറിയാൻ ഭയങ്കര ഒരു ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഞാനും അപ്പോൾ ആ കുഞ്ഞിനെ വെള്ളമെടുപ്പ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ കുഞ്ഞെ എടുത്തോ കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞിനെ വേണ്ട അപ്പം എടുത്ത് വിഷുവിന് എടുത്തല്ലോ വേണ്ട അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ കുണിക്കിക്ക് ഞങ്ങളുടെ ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ കുണിക്കിൻ്റെ ഡ്രസ്സുകളൊന്നും കുണിക്കിക്ക് ലൂസായി ഒന്നും അരയിൽ നിൽക്കണില്ല. ട്രൗസറും മിഡിയൊന്നും അരയിൽ നിൽക്കാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഞാൻ കുണിക്കിക്ക് ഡ്രസ്സ് നോക്കാമെന്ന് വെച്ച് വന്നു. അങ്ങനെ കുണിക്കിക്ക് ഡ്രസ്സ് എടുക്കേണ്ട പരിപാടിയിലാണ് സെലക്ട് ചെയ്തുകൊണ്ട് എടുക്കേണ്ടത്. കുട്ടികൾക്ക് ചില നേരത്തൊക്കെ അവിടെ സെലക്ഷൻ കുട്ടികൾക്ക് സെലക്ഷൻ ഓൾറെഡി കുറവാണ്. വലിയവർക്കുള്ളൂ, ചെറിയവർക്ക് സെലക്ഷൻ കുറവാട്ടോ. കുറച്ച് അവർ പീസ് കൊണ്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്ക് സെലക്ഷൻ വരികയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന റേറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഞാനും കുഞ്ഞിനും കൂടിയിട്ട് ഫോട്ടോഷൂട്ട് എന്ന് പറയാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് റീൽസിൽ അവിടുത്തെ വെളിച്ചത്തിന് വീഡിയോ ഫോട്ടോഗ്രാഫി ഒരു പ്രത്യേക ഭംഗിയായിട്ട്. അങ്ങനെ ഞാൻ കുഞ്ഞിനും ഒരു സ്റ്റോറിക്ക് ഇടാനുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. ഇന്നലെ പൊന്നു പോയി ഡ്രസ്സ് സ്റ്റുഡിയോയിൽ പോയി വരുമ്പോൾ കുണിക്കിക്ക് കൊടുക്കാനും കാറ്റിനും ഓരോ പെനി എടുത്തിട്ട് മഞ്ഞ പെനി അതിട്ടിട്ട് ഇന്ന് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് കാറ്റുമ്മയ്ക്ക് അമ്മാമ്മ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സ് ആയിട്ട് കാത്തുമ്മ പാവാട ഒന്ന് ലൂസാന്ന് മാത്രമേ ഉള്ളൂ. ടോപ്പൊക്കെ കറക്റ്റായിട്ടാ കാത്തു. പക്ഷേ കുണിക്കിക്ക് ഈ കളർ കിട്ടിയില്ല. അതാണ്ടായത് മാമയ്ക്ക് മുളക് ഒരുപാട് എടുത്തതാണ്. പക്ഷേ കുണിക്കിക്ക് ഈ കളർ കിട്ടിയില്ല. അപ്പോൾ കുണിക്കിക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം കാണിച്ചു തരാം. ഇതും ഇങ്ങനത്തെ ഒരു പാവാട എടുത്ത തവസരം ഉണ്ടല്ലോ. പാവാടയില്ല അല്ലേ, ഇത് തവസരം. തണ്ണിമത്തുണ്ട് കേട്ടോ, സ്ട്രോബെറി പറ്റിട്ടായിട്ട്. അപ്പോൾ ഇതായിട്ടാ കുണിക്കിക്ക് എടുത്ത് ഒരു ഡ്രസ്സ് നാളെ കുണിക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായി കുണിക്ക്? അമ്മ എടുത്ത് എന്താ എങ്ങനെയുണ്ട്? പോക്കറ്റ് ഉണ്ട്. അച്ഛനടുത്തേക്ക് തണ്ണിമത്തുണ്ട്, തോബറി ഉണ്ട്. സ്ട്രോബെറി അല്ല തോബറി. നല്ല ഭംഗിയാണ് ഇതൊക്കെ. ഇങ്ങനെ സൂപ്പറായിട്ടാ ഉണിക്ക് ഡ്രസ് ഇഷ്ടേ? ഉണിക്ക് എങ്ങനെയുണ്ട്? മഞ്ഞ ഡ്രസ് ആദ്യമായിട്ടുണ്ട്. മോൾക്ക് മഞ്ഞ ഡ്രസ് തരില്ല. ഇപ്രാവശ്യം ഒക്കെ മഞ്ഞാണല്ലോ. കാരണം കുണിക്ക് കിട്ടി മഞ്ഞാണല്ലോ ഐശ്വര്യയിരിക്കണത്. മഞ്ഞ ഡ്രസ് ഇഷ്ടം? മഞ്ഞ ഡ്രസ് മാത്രം ഇഷ്ടം? ഇഷ്ടമായി ഇപ്പൊ ഡ്രസ് നമ്മൾ എടുത്തത്? സൂപ്പർ. അങ്ങനെ നമ്മൾ കുണുക്കനെടുത്തത് ഈ ഡ്രസ്സാട്ടാ. കുണുക്ക ഇഷ്ടമായി ബനിയെ? വേറെ ടൗസർ കുണുക്കൻ്റെ ഉള്ള ടൗസർ തന്നെയാണ്. ബനിയും കുണുക്കന് പുതിയതെടുത്താണ് ഇത് കുണുക്ക. സൂപ്പറായിട്ടില്ലല്ലോ അവരുടെ എടുത്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരൊക്കെ ശോഭയിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. എല്ലാവരും കൂടിയിട്ട് ഇരുന്നു കുറച്ച് നേരം. പിന്നെ വേറെ ഒന്നല്ല കേട്ടോ. എന്താ വെച്ചാൽ 2-3 ദിവസം മഴയൊക്കെ കാരണം പിള്ളേരും കൊണ്ട് എങ്ങോട്ട് പുറത്തേക്ക് വേണ്ടിയിരുന്നില്ല. അപ്പോൾ എന്നിട്ടാണ് ഇന്ന് കുണിക്കിനോട് എങ്ങനെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശോഭയിൽ പോയത്. വേറെ ഒന്നുമില്ല, ശോഭയിലാകുമ്പോൾ കുട്ടികൾ മഴ കൊള്ളില്ല, സേഫാണ്. കടലൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ മണലിൽ ചെളിയിലൊക്കെ കളിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ
മഴ കൊള്ളൊന്നുമില്ല നനയിച്ചു അവർക്ക് എൻജോയ്മെൻറ്റിന് കുറച്ച് നേരം ഗെയിം കളിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ കുണുക്കിക്ക് ഡ്രസ്സ് എടുത്ത് വേറെ ഒന്നുമില്ല. ഇപ്പം ഇതന്നെ അവസ്ഥ വളരെ മോശം. കുണുക്കിക്ക് നമ്മൾ 4 വയസ്സിൻ്റെ ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ഇപ്പം അതൊന്നും കൊള്ളാണ്ട് കുണിക്ക് ഒരു 5-6 കിലോനെ കുണിക്ക് നല്ല മാതിരി തടി കുറഞ്ഞു. അപ്പോൾ കുണിക്ക് ഇപ്പം എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും ലൂസായി പോവുക, വയറിൻ്റെ അവിടെ ടൈറ്റല്ലേ ലൂസ്. അപ്പോൾ ഞാൻ 2 വയസ്സുകാരുടെ ഡ്രസ്സ് അടുന്ന് പോയിട്ട് എടുത്തത്, അതും ലൂസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് ആലോചിച്ചു. കുണിക്ക് പാവാടി ട്രൗസറൊക്കെ ഭയങ്കര ലൂസ്, ഉടുപ്പെടുക്കില്ല ഇടാൻ പറ്റില്ല, കുട്ടിക്ക് ലൂസാണ്. അപ്പം എനിക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം ഇനി ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം.